നിങ്ങൾക്കറിയാമോ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൂടുന്തോറും, അതായത് അവരുടെ ടി വി കാഴ്ച, മൊബൈൽ ഫോൺ, ഐപാഡ്, ടാബ് ഇവരുടെയൊക്കെ ഉപയോഗം കാരണം അവർ സംസാരിച്ച് തുടങ്ങാൻ വൈകുന്നു. കുട്ടികളിൽ കോവിഡ് അനന്തരം ഒരുപാട് സ്ക്രീൻ ടൈം കൂടിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള ഗാഡ്ജറ്റ്സും ഇപ്പോൾ വളരെ അപ്രോച്ചബിൾ ആണ്. അപ്പോൾ അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും റിസപ്റ്റീവ് മാത്രമാവുകയാണ്. അതായത് അവർ എന്താണ് ആ സ്ക്രീനിൽ കാണുന്നത് അതിനെ അവർ വാങ്ങുകയാണ്, അല്ലാതെ തിരിച്ചൊന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അത് ഒരു കുട്ടി, ഒരു അപ്പൂപ്പൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ല. മാത്രമല്ല, കൂടുതലും ബേബി ലാംഗ്വേജസ് ആണ് ഈ സ്ക്രീൻ ടൈമിൽ കുട്ടികൾ കാണുന്നത്. അപ്പോൾ ബേബി ലാംഗ്വേജസ് കാണുമ്പോൾ അവർ ബേബി ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കത്തുള്ളൂ. അവർക്ക് കൃത്യമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. പലതും പല ലാംഗ്വേജസും കാണും. ആ ലാംഗ്വേജിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ഭാഷ മനസ്സിലാവുന്നത്? അതുകൊണ്ട് തന്നെ അവർക്ക് ഭാഷ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എഫക്റ്റും കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അഡിക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി അതിന് ഇൻ്റർവെൻഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം അപകടത്തിലോട്ടാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈമേ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് കാര്യം പറയേണ്ടത്, നമുക്ക് എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ചെറിയൊരു ഡിലേ ഈ കുട്ടിക്ക് കാണുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് തന്നെ സ്ക്രീൻ എല്ലാം ഒഴിവാക്കുക. കഴിയുന്നതും കുട്ടികളുടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും ജോലിക്കാരായിരിക്കാം, വീട്ടിൽ അണുകുടുംബമായിരിക്കാം, വേറെ മക്കളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്ന സ്റ്റിമുലേഷൻ കുറയും. അപ്പോൾ അതിന് പകരം നമ്മൾ ഉള്ള സമയത്ത് കഴിവതും കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. അവരോട് ചുമ്മാ ഒരു കഥ വായിച്ചു കൊടുക്കാതെ അവരെ കൊണ്ടും കൂടെ അത് ഇങ്ങോട്ട് തിരിച്ച് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പതുക്കെ പതുക്കെ നമ്മളെ കൊണ്ടുള്ള സ്റ്റിമുലേഷൻസിൽ കൂടെ വളരെയധികം മാജിക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വെളിയിലെ കുട്ടികളെ കൊണ്ടുപോവുക, പാർക്കിൽ കൊണ്ടുപോവുക, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക, മറ്റു കുട്ടികളുമായിട്ടുള്ള ഒരു സഹവാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള സമയത്ത് ഈ സ്റ്റിമുലേഷൻസ് നേരത്തെ കിട്ടും. അപ്പോൾ പ്ലേ സ്കൂളും അംഗനവാടി പരുവത്തിനേക്കാളും മുന്നേ തന്നെ നമുക്ക് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്.